എന്താ എനിക്ക് ഇന്നെ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്തത്? ഇന്നവിടെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ 2-3 ദിവസം അവിടെ തെണ്ടാൻ പറ്റിയിരുന്നില്ലേ? ഞങ്ങൾ തെണ്ടാൻ പോയതൊന്നുമല്ല, ഞങ്ങളൊന്ന് ടൂറ് പോയതല്ലേ. നിങ്ങള് ടൂറ് പോകുമ്പോ ഇന്നെ കുറിച്ച് ആലോചിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ ഒറ്റക്കാന്നുള്ള ഓർമ്മ ഒന്നും നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. അന്നെ നോക്കാൻ ഞാൻ അപ്പുറത്തെ രമണിനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നല്ലോ. നിങ്ങളെ രമണി ആ തള്ളക്ക് ഇന്നെ നോക്കാനൊന്നും നേരമില്ല. അതിന് പരദൂഷണം പറയാൻ തന്നെ 24 മണിക്കൂർ തികയണില്ല. നിങ്ങളെ പോലെ തന്നെ ഞാൻ ലൈറ്റ് ഈ വല്ലാതെ ക്ഷീണിച്ചല്ലോ. മതി നിങ്ങളെ സോപ്പിടല്. ഇക്ക് നിന്നാ നിങ്ങൾ ഇവിടെ കുഴിമന്തി ഉണ്ടാക്കി വെച്ചിരുന്നില്ലല്ലോ. പിന്നെ കുഴിമന്തി ഇവിടെ ഞങ്ങൾക്ക് തന്നെ കിട്ടലില്ല, എന്നിട്ടല്ലേ പനക്ക്. നീ പുല്ലെന്നെ തിന്നാ മതി. പെണ്ണുമ്പിള്ള കുഴിമന്തി ഇല്ലെങ്കിലും വേണ്ടില്ല, കുറച്ച് കഞ്ഞിവെള്ളെങ്കിലും താ. അയ്യോ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞങ്ങൾ 2 ദിവസമായിട്ട് പുറത്തല്ലായിരുന്നു, ഇവിടെ ചോറൊന്നും വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കഞ്ഞിവെള്ളവും ഇല്ല. നന്നായി, എന്നാ കുറച്ച് പച്ചവെള്ളെങ്കിലും കൊടുന്നാട്ടെ. ഞങ്ങൾക്ക് സ്കൂളിൽ പോവാനുള്ള സമയമായി, ഞങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വേണം. ഇവിടെ 2 ദിവസമായിട്ട് ഞാൻ പട്ടിണിയാണ്, അപ്പോഴാണ് നിങ്ങൾക്ക് കഴിക്കാന്. എനിക്ക് തൊടുത്ത പുല്ലൊക്കെ തിന്നാലോ? നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? ഞാൻ കഷ്ടപ്പെട്ട് തേടി പിടിച്ച് പുല്ല് തിന്നണോണ്ടാണ് വൈകുന്നേരം നിങ്ങൾക്ക് എടുത്തോണ്ടവാന് പാല് കിട്ടുന്നത്. മതി നിങ്ങൾ തല്ലൂടിയത്. അനക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഇവർക്ക് കുറച്ച് തിന്നാനല്ലേ വേണ്ടത്. അത് ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ സംഘടിപ്പിച്ചു തരാം, പോരെ? ആ മതി. ഇന്നലെ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾക്ക് സ്കൂളിൽ പോവാൻ സമയമായി. ഓ ആയിക്കോട്ടെ. ഇക്ക് വേഗ കഞ്ഞിവെള്ളം കൊടുന്നോളി, അല്ലെങ്കിൽ വൈകുന്നേരം പാലിറക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വരി. എനിക്ക് പുളിച്ച കഞ്ഞിവെള്ളം കുടിച്ച് മടുത്തു. ഇങ്ങക്ക് ഇതിൽ കുറച്ച് ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ കലക്കി തന്നൂടെ? അന്റെ ഒരു ഹോർലിക്സും ബൂസ്റ്റും ഇവിടെ ബാക്കിയുള്ളവർക്ക് കലക്കാൻ തന്നെ അതൊന്നുമില്ല. പിന്നല്ലേ അനക്ക്. ഈ കഞ്ഞിവെള്ളം തന്നെ ഞാൻ രമണിന്റെ വീട്ടിൽ പോയിട്ട് സംഘടിപ്പിച്ചതാണ്, വേണമെങ്കിൽ കുടിക്ക്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ അതെടുത്തിട്ട് ആ ചെടിയുടെ മൂട്ടിലൊഴിക്കും. അയ്യോ ചതിക്കല്ലേ, ഞാൻ കുടിച്ചോളാം. ഞാനൊരു കാര്യം സംസാരിക്കാൻ നിൽക്കാണ്. എന്ത് കാര്യം? പിന്നെ ഇന്റെ ഈ പൊട്ട കൂടൊന്ന് മാറ്റണം. അതെന്താ എന്റെ കൂടിനൊരു കുഴപ്പം? ആകെ കുഴപ്പമില്ലുള്ളൂ ഇതിന്. നിങ്ങളെ അപ്പുറത്തെ രമണിന്റെ ആട്ടും കൂടൊക്കെ ഒന്ന് നോക്കേ. എനിക്കും അതുപോലത്തെ ഒരു കൂട് വേണം. ആ ഇതും പറഞ്ഞിട്ട് സുലൈമാൻ കാക്കടത്തേക്കാണ് ചെന്നാ മതി. അനക്കേ ഇപ്പൊ തന്നെ പുതുക്കി പണി തരും. ഇന്റെ ഒരു തലവിധി, ഞാൻ ഏത് നേരത്താന്നാവും ഈ വീട്ടിക്ക് വന്നത്. ആ അതന്നെ എന്റെ സ്ഥിതി. ആട്ടും കൂട് നന്നാക്കാൻ ഒരു ലോണിനെ അപേക്ഷിച്ചാലോ? ആ ബെസ്റ്റ്. ഇവിടെ മനുഷ്യന്മാർക്ക് പാർക്കാനുള്ള കൂടുണ്ടാക്കാൻ തന്നെ ലോണ് കിട്ടണില്ല, എന്നിട്ടാ പനക്ക്. എങ്ങനെയാലും 10 കാശുണ്ടാക്കിയിട്ട് ഈ കൂടൊന്ന് ശരിയാക്കണം. കുടുംബശ്രീയിൽ ഒരു ജോലി സംഘടിപ്പിച്ച് തരുമോ? ജോലിയോ? അതും അനക്കോ? അല്ല, അനക്കെന്ത് ജോലിയാ ചെയ്യാൻ വയ്ക്കുക? ഓല് പുല്ല് വെട്ടി വൃത്തിയാക്കുമ്പോ ഞാനതൊക്കെ തിന്നിട്ട് വൃത്തിയാക്കിക്കോളാം. കുടുംബശ്രീയിലെ പരദൂഷണ ഗ്യാങ്ങിന്റെ ഒക്കെ മാനേജർ അല്ല നിങ്ങള്? അപ്പൊ നിങ്ങൾ വിചാരിച്ച ഇക്കൊരു ജോലിയൊക്കെ ആക്കി തരാൻ വെക്കും. ഇവിടെ ബാക്കിയുള്ളവർക്ക് തന്നെ ഒരു ജോലി കിട്ടാനില്ല, എന്നിട്ടാ പനക്ക്. ഇനിയിപ്പൊ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇന്റെ പാല് വിറ്റ് കിട്ടണ കാശ് ഇരിക്കണ തന്നാ മതി. ആ ഇപ്പൊ വലിവ് എങ്ങട്ടാന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങളുടെ സുലൈമാൻ കാക്കാരോട് പറഞ്ഞ് എന്റെ കൂടി ശരിയാക്കി തരി. എന്തായാലും ഞാനൊന്ന് സംസാരിക്കട്ടെ. പക്ഷെ മൂപ്പരെ സ്വഭാവം വെച്ചിട്ട് 10ന്റെ പൈസ മൂപ്പര് ചെലവാക്കൂല. എങ്ങനെ ശരിയാക്ക? നിങ്ങളതല്ല മാപ്പിള.